പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയെ തുടർന്ന് ലോകം കൂടുതൽ യുദ്ധസങ്കീർണമാകുന്നു എന്നാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു. അമേരിക്ക ഗസയെ ഏറ്റെടുക്കും, ഗസയെ ഒരു കടലോര തുറമുഖ നഗരമായി വികസിപ്പിക്കും, ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുമെന്നൊക്കെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയെ അമേരിക്കയുടെ സഖ്യകക്ഷി രാജ്യങ്ങൾ പോലും എതിർക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. പ്രത്യേകിച്ചും ജർമ്മനിയുടെ, ഫ്രാൻസിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ വിമർശിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് UN സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബ്രൂട്ടോസിൻ്റെ പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ഗാസ ഭാവി ഫലസ്തീൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം എടുത്തു തന്നെ പറയുന്നു. ഭാവി ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറയുന്നു, ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകും, അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഗാസ എന്ന് UN സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബ്രിട്ടോസ് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങളൊക്കെയും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ എതിർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ കടുത്ത നടപടികൾ വരുന്നു എന്നാണ് റഷ്യൻ മാധ്യമങ്ങളും തുർക്കിഷ് മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഹമാസിൻ്റെ നേതാക്കളെ റഷ്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന വാർത്ത ഈ അവസരത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. ഹമാസിൻ്റെ നേതാവ് മൂസ അബു മർസൂഖ് ഇപ്പോൾ തന്നെ റഷ്യയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രി മിഖായിൽ ഇനോഡോവിച്ചുമായി ചർച്ചകൾ നടത്തി. അപ്പോൾ ഗാസയിൽ യാതൊരു വിധത്തിലുള്ള സായുധ കുടിയേറ്റവും റഷ്യ അനുവദിക്കില്ല എന്നുള്ള പ്രസ്താവന റഷ്യൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. പ്രത്യേകിച്ചും മിഖായിൽ ലിനോഡോവിച്ച് പറയുന്ന റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രി റഷ്യയുടെ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യ മന്ത്രിയാണെന്ന് ഓർക്കുമ്പോൾ ഈ അവസരത്തിൽ റഷ്യ ഹമാസിൻ്റെ നേതാക്കളെ റഷ്യയിലോട്ട് വിളിച്ചതും അതുപോലെ അവരുമായിട്ടുള്ള ചർച്ചയുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഫലസ്തീൻ്റെ പുനർനിർമ്മാണത്തിന്, ഗസയുടെ പുനർനിർമ്മാണത്തിന് ഹമാസ് റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു, റഷ്യ അത് ഉറപ്പുവരുത്തി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഈ അവസരത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഷ്യ കുറച്ചുകൂടി ക്രിയാത്മകമായി ഗസയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു ഈ അവസരങ്ങളിൽ എന്ന ഒരു വിലയിരുത്തലും അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. മറ്റൊന്ന് വരുന്നത് IDF-ൻ്റെ മേധാവിയുടെ ഒരു പ്രസ്താവനയും അതോടൊപ്പം ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രസ്താവനയും ഉണ്ടായിരിക്കുന്നു എന്നത് ഈ അവസരങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇസ്രായേലി വിദേശകാര്യ മന്ത്രി പറയുന്നത് ഗസയിലുള്ള ആളുകൾക്ക് സമാധാനപരമായി നാടുവിടുവാൻ സംവിധാനം ഒരുക്കുവാൻ IDF-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന വരുമ്പോൾ ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കലിൻ്റെ ദിനങ്ങൾ, ഭയാനകമായ ദിനങ്ങൾ ആരംഭിക്കുന്നു എന്നൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ അതിനുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നു എന്ന് തന്നെയാണ് വാസ്തവം. ചില വാർത്താമാധ്യമങ്ങൾ റജബ് ഉർദുഖാൻ, തുർക്കി പ്രസിഡന്റ്, സിറിയനിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയുമായി ചർച്ച നടത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വ്യോമ മാർഗത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ സിറിയയുടെ വ്യോമാതിർത്തി ലംഘിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടി തുർക്കിയുടെ സഹായത്താൽ സിറിയ എയർ ഡിഫൻസ് ഫോഴ്സ് സിറിയയിൽ സ്ഥാപിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും സിറിയയുടെ വ്യോമാതിർത്തി കടന്ന് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പറക്കില്ല. അതിന് തടയിടുന്നതിന് വേണ്ടി തുർക്കി എയർ ഡിഫൻസ് ഫോഴ്സ് സിറിയയിൽ സ്ഥാപിക്കുന്നു എന്ന വാർത്തകളുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ജോർദാനും ഈജിപ്തും രാജ്യാതിർത്തിയിൽ സൈനിക വിന്യാസം നടത്തുന്നതായും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. വാർത്തകൾ ഒരവലോകനം ചെയ്യുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നു എന്ന് തന്നെയാണ് വാസ്തവം. ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു, ഗസ അത് ഫലസ്തീൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന രീതിയിൽ. അതുപോലെ സൗദിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു, ഫലസ്തീനിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്ന രീതിയിൽ. അതുപോലെ ഇസ്രായേലുമായി സൗദി എന്തെങ്കിലും രീതിയിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഉറപ്പായും
ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ചേ മതിയാകൂ എന്ന രീതിയിൽ സൗദിയുടെ പ്രസ്താവന വരുന്നു എന്ന ഒരു തലം കൂടി ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗസ ഏറ്റെടുക്കുവാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ച വലിയ രീതിയിലുള്ള ഉരുത്തിരിയലുകൾക്ക്, രാഷ്ട്രീയ ചേരിതിരിവുകൾക്ക് കാരണമാകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യ അവരുടെ വിദേശകാര്യ മന്ത്രാലയം ഹമാസിൻ്റെ നേതാക്കന്മാരെ നേരിട്ട് തന്നെ മോസ്കോയിലെത്തുവാനും ചർച്ച നടത്തുവാനും ഒക്കെ ക്ഷണിച്ചത്. ആ ചർച്ചയുടെ ഫലങ്ങളും നമ്മൾ ചർച്ച ചെയ്തത്. എന്തായാലും തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.